2008 ഫൈനാൻഷ്യൽ ക്രൈസിസ് സത്യം പറഞ്ഞാൽ ലോകക്രമത്തിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നൊരു ഇവൻ്റായിരുന്നു. കാരണം 2008 വരെയുള്ള കാലഘട്ടത്തിൽ കൂടുതലും അഡ്വാൻസ്ഡ് എക്കോണമി ആയിരുന്നു ഗ്ലോബൽ GDP ഡ്രൈവ് ചെയ്തിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ ശേഷം എമേർജിങ് മാർക്കറ്റ്സ് ആണ് പിന്നെയുള്ള ടേക്കപ്പ് ചെയ്തത്. കാരണം 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷം ഗ്ലോബൽ GDPയുടെ കൺട്രോൾസ് എമേർജിങ് മാർക്കറ്റ്സിലേക്ക് വരുമായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യ, ചൈന, അതുപോലെ ബ്രസീൽ, ഇതുപോലുള്ള രാജ്യങ്ങളാണ് പിന്നെ ഗ്ലോബൽ GDPയെ ഡ്രൈവ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ബാങ്കിങ് സെക്ടറിലായാലും അതുപോലെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടായാലും റെഗുലേറ്ററി റീഫോംസ് ഒരുപാട് നടന്നു ഈ കാലഘട്ടത്തിൽ. കാരണം ഇതൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആയിരുന്നു. 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷം ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണുന്ന വലുപ്പത്തിലുള്ളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മാറാനുണ്ടായ കാരണം. അതുപോലെ തന്നെ ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ ഇന്ന് വളരെ കോമ്പറ്റേറ്റീവാണ് ഇന്ത്യ. ഗ്ലോബൽ ലെവലിൽ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ബാങ്കിങ് സിസ്റ്റമായിട്ട് മാറിയതിൻ്റെ പ്രധാന കാരണവും ഈ 2008 ഫൈനാൻഷ്യൽ ക്രൈസിസും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന റീഫോംസുമാണ്. ഈ ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ എപ്പിസെൻറ്റർ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെയാണ്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മോർഗേജ് മാർക്കറ്റിലുണ്ടായ റീഫോംസ് ആയിരുന്നു. അതായത് ക്ലിൻ്റൺ അഡ്മിനിസ്ട്രേഷൻ്റെ ടൈമിൽ അവരുടെ ഹൗസിംഗ് മാൻഡേറ്റുകളിലുണ്ടായ ചേഞ്ചസ് അത് കൂടുതൽ ആൾക്കാരിലേക്ക്, അതായത് ലോവർ ഇൻകം കമ്മ്യൂണിറ്റിയിലേക്ക് ആക്സസിബിൾ ഫൈനാൻസ് എത്തിക്കുക, അതായത് സാധാരണക്കാർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്സസിബിലിറ്റി കൂട്ടുക എന്നുള്ള നയം ക്ലിൻ്റൺ അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന ചേഞ്ചസ് കൂടാതെ സെക്യൂരിറ്റൈസേഷൻ, അതായത് MPS എന്ന് പറയും, നമുക്ക് ഇന്ത്യയിൽ ഫെമിലിയർ അല്ലാത്തൊരു ഫൈനാൻഷ്യൽ പ്രോഡക്റ്റാണ്. MPSൻ്റെ വളരെ അധികമായിട്ടുള്ള സെക്യൂരിറ്റൈസേഷൻ ഈ കാലഘട്ടത്തിൽ നടന്നു. ഈ സെക്യൂരിറ്റൈസേഷനും കൂടാതെ തന്നെ മോർഗേജ് മാർക്കറ്റിലുണ്ടായിട്ടുള്ള ചേഞ്ചസും ദെൻ ഹൗസിംഗ് പ്രൈസിലുണ്ടായ ഇൻക്രീസും ഒക്കെയാണ് ഇതിൻ്റെ ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ക്ലിൻ്റൺ അഡ്മിനിസ്ട്രേഷൻ പോളിസീസിൽ ആദ്യം ചേഞ്ച് കൊണ്ടുവന്നത് CRA, അതായത് കമ്മ്യൂണിറ്റി റീഇൻവെസ്റ്റ്മെൻറ്റ് ആക്ട്. ഈ ആക്ടിനകത്ത് കൃത്യമായിട്ടും ബാങ്കുകൾ സാധാരണ ആൾക്കാരുടെ അവരുടെ ഹൗസിംഗ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പൽസറി ആയിട്ട് ഫൈനാൻസ് ചെയ്യണമെന്നാണ്. ഇതിനകത്ത് ആദ്യം 1993 മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ 2% ആയിരുന്നു. CRA റേറ്റിങ്ങിനകത്ത് 5% ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ റീഫോം ക്ലിൻ്റൺ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. രണ്ടാമത്തെ റീഫോം എന്ന് പറയുന്നത് GSEസിൻ്റെ റീഫോമാണ്. GSE എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്പോൺസേഡ് എൻറ്റിറ്റീസ്. ഗവൺമെൻറ് സ്പോൺസേഡ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ US കോൺഗ്രസിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. പക്ഷേ അത് പ്രൈവറ്റ്ലി ആണ് മാനേജ് ചെയ്യപ്പെടുന്നത്. ഈ GSEസിൻ്റെ പ്രധാനമായിട്ടുള്ള റോൾ എന്ന് പറയുന്നത് മോർഗേജ് മാർക്കറ്റിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബാങ്കുകൾ ലെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ലെൻഡ് ചെയ്തിട്ടുള്ള ലോൺസ് ടേക്ക് ഓവർ ചെയ്യുകയാണ് GSEs ചെയ്യുന്നത്. GSE അതിനെ സെക്യൂരിറ്റൈസേഷൻ ചെയ്ത ശേഷം അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനത് വിൽക്കുന്നൊരു പ്രൊസീജിയർ. അപ്പോൾ ഈ GSEസിനെ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ളൊരു റോളുണ്ട്. GSEസിന് എപ്പോഴും ഗവൺമെൻറ് ഒരു സ്റ്റേക്ക് എപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് സാധാരണക്കാർക്കുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സാധാരണക്കാർക്കുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതല്ല, അവരുടെ ലോൺസ് ടേക്ക് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു അലോക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഈ അലോക്കേഷൻ ഇൻക്രീസ് ചെയ്തു. ഏകദേശം 53%ലേക്കായിരുന്നു ആ ഒരു ഇൻക്രീസിങ് ഉണ്ടായത് ക്ലിൻ്റൺ അഡ്മിനിസ്ട്രേഷൻ്റെ ടൈമിൽ. ഈ ഒരു GSEസിൻ്റെ അവരുടെ റോൾ ഇൻക്രീസ് ചെയ്തപ്പോൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തത് വഴി കൂടുതൽ സാധാരണക്കാർക്ക് ലോൺ ബാങ്കുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അപ്പോൾ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റിൽ ഒരിക്കലും ആ ലോൺസ് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. കാരണം അവർക്കത് GSEസിന് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ ലോൺസ്. ഇങ്ങനെ ആവുന്ന സമയത്ത് കൃത്യമായിട്ടൊരു ബാലൻസിങ് കൊണ്ടുവരാനായിട്ട്, അതായത് ആ ഒരു സെക്ടറിനെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ളൊരു ഇടപെടലും കൂടെയാണ്. പിന്നെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ നമുക്ക് മൂന്നാമത് പറയാൻ പറ്റുന്നത് ഗ്ലാസ്-സ്റ്റീഗൽ ആക്ടിൻ്റെ അതിനെ റിപ്പൽ ചെയ്തിട്ട് പുതിയൊരു നിയമം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയമം ആയിരുന്നു ഗ്ലാസ്-സ്റ്റീഗൽ ആക്ട്. ഗ്ലാസ്-സ്റ്റീഗൽ ആക്ട് സത്യത്തിൽ 1929 അന്നുണ്ടായ ഗ്രേറ്റ്
ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ബാങ്കിങ് സെക്ടറിലുണ്ടായിട്ടുള്ള കൊളാപ്സ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഗ്ലാസ്-സ്റ്റിഗൽ ആക്ട് നിലവിൽ വന്നത്. മീൻവൈൽ ആ ഒരു ആക്ടിൻ്റെ ബലത്തിലാണ് US എക്കോണമി സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടത്, പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടർ സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടത്. ഈ ഗ്ലാസ്-സ്റ്റിഗൽ ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സെക്ടറിനെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആക്ടിവിറ്റികളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഓർഗനൈസേഷൻസുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്നതിൽ നിന്നെല്ലാം ഈ ഗ്ലാസ്-സ്റ്റിഗൽ ആക്ട് വിലക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അന്നത്തെ ക്രൈസിസിൻ്റെ പ്രധാന കാരണം ബാങ്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആക്ടിവിറ്റികളും അതുപോലെ തന്നെ സെക്യൂരിറ്റി ട്രേഡിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ബാങ്കുകളുടെ ബാങ്ക്റപ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്ലാസ്-സ്റ്റിഗൽ ആക്ട് നിലവിൽ വന്നത്. ഈ ആക്ടിനെയാണ് റിപ്പൽ ചെയ്തിട്ട് ഗ്രാം-ലീച്ച്-ബ്ലൈലി ആക്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആക്ട് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് സിസ്റ്റം അതുപോലെ തന്നെ ബാങ്കിങ് സേവനങ്ങളും മറ്റ് ബാങ്കിങ് ഇതര ഫൈനാൻഷ്യൽ സേവനങ്ങൾ ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതായാലും അതുപോലെ തന്നെ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സേവനങ്ങളായാലും ഇതെല്ലാം ഒരു കുടക്കീഴിലെത്തിക്കുക, ഇതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ ഒരു ആക്ട് നിലവിൽ വന്നതോടുകൂടെ തന്നെ 1929 എന്തായിരുന്നു ഉണ്ടായിരുന്നത് ആ സെയിം ഇഷ്യൂ ഇവിടെ വീണ്ടും പുനർസൃഷ്ടിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. ക്ലിൻ്റൺ അഡ്മിനിസ്ട്രേഷൻ്റെ സമയം കഴിഞ്ഞിട്ട് പിന്നെ ബുഷ് അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറിയപ്പോഴും പോളിസീസിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഹൗസിംഗ് മാൻഡേറ്റുകൾ ക്ലിൻ്റൺ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരുന്നു ബുഷ് അഡ്മിനിസ്ട്രേഷനിലും. അവർ ചെയ്തത് GSEയുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തു, ഗവൺമെൻറ്റിൻ്റെ പോർഷൻ ഇൻക്രീസ് ചെയ്തു. കൂടാതെ തന്നെ അവരുടെ പ്രധാന നയം 50 ലക്ഷം പുതിയ വീടുകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടെ ആയിരുന്നു. കണ്ടിന്യൂവേഷൻ ആയിരുന്നു, പ്രത്യേകിച്ച് ഒരു മാറ്റവും ആ സമയത്ത് വന്നിട്ടില്ല. പക്ഷേ അവിടെ ക്ലിൻ്റൺ അഡ്മിനിസ്ട്രേഷൻ കൂടുതലായിട്ട് എഫേർട്ട് എടുത്തത് സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് റെഗുലേഷൻസിനെ ലിബറലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതാണ് സെക്യൂരിറ്റൈസേഷൻ ബൂമിലേക്ക് എത്തുന്നതിനുള്ളൊരു പ്രധാന കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പോളിസി ചേഞ്ചസ് കാരണം മോർഗേജ് മാർക്കറ്റിൽ വരുന്ന അല്ലെങ്കിൽ മോർഗേജ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻസ് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ബാങ്കിങ് സെക്ടർ തീരുമാനമെടുക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു 150 വെറൈറ്റിയിലുള്ള ലോണുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയി എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ. ഈ ലോണുകളെ പറയുന്ന പേര് സബ്പ്രൈം ലോണുകൾ എന്നാണ്. സബ്പ്രൈം ലോണുകളുടെ പ്രത്യേകത ഇതൊരു പ്രൈം കാറ്റഗറി ലോണല്ല, അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്ന ലോൺസിനെയാണ് സബ്പ്രൈം ലോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ്. പ്രൈം ലോണിന് ഒരു 3% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ ഇത് സബ്പ്രൈം ലോണിന് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഓൾമോസ്റ്റ് 7% അടുപ്പിച്ചായിരിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് പ്രൈം ലോൺസിന് 25 ഇയേഴ്സ് കിട്ടുമെന്നുണ്ടെങ്കിൽ സബ്പ്രൈം ലോൺസിന് അതൊരു 10 ഇയേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇത് സാധാരണക്കാരിലേക്ക് അട്രാക്റ്റീവായിട്ട് എത്തിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല. കാരണം ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഹയറാണ്, വളരെ കുറച്ച് കാലയളവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്സസിബിലിറ്റി വളരെ പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കലായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ഒരു ലോൺ ഫ്രെയിം ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയാനായിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ ആദ്യത്തെ ഒരു 2-3 വർഷത്തേക്ക് 3% നിർത്തി ബാക്കി ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന രീതിക്ക് ഇങ്ങനെയൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു ലോണിൻ്റെ ഫെസിലിറ്റി അല്ലെങ്കിൽ ലോണിൻ്റെ പ്രൈസിങ് ഫോർമുല ഫിക്സ് ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും സബ്പ്രൈം കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ലോൺസ് നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺലി ലോൺസ് എന്ന് പറയും. അതായത് ആദ്യത്തെ ഒരു 5 വർഷ കാലയളവ് ഇൻട്രസ്റ്റ് മാത്രം പേ ചെയ്താൽ മതിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ബാക്കി വരുന്ന മുഴുവൻ അതായത് റീപേയ്മെൻറ്റ് എമൗണ്ട് കൂടി ചേർത്തിട്ടായിരിക്കും പേ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒരു 5 ഇയർ പീരീഡിലേക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫെസിലിറ്റി ലോൺ ഹോൾഡേഴ്സിന് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലും റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ
ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ അത് റെൻ്റൽ റവന്യൂ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ടൈപ്പ് ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഒരു പർട്ടിക്കുലർ സെഷനിലേക്ക് വന്നു. അതായത് അവർ ലോണുകൾ എടുത്തു, അത് ഉപയോഗിച്ച് വീടുണ്ടാക്കി അത് ലെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് മാറുന്നുണ്ടായിരുന്നു. പിന്നെ സാധാരണക്കാർക്കും അത് അഫോർഡബിളായി, കാരണം ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ മതി. അപ്പോൾ കുറച്ച് 5 ഇയേഴ്സിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. മാത്രമല്ല യുഎസിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 10-25 വർഷമായിട്ട് അവിടുത്തെ ഹൗസിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു 5 ഇയേഴ്സ് കഴിയുമ്പോൾ വീട് വിറ്റിട്ട് അവർക്ക് ആ ഒരു ലോൺ തിരിച്ചടയ്ക്കാം എന്നുള്ളൊരു കാൽക്കുലേഷനിലൊക്കെയാണ് പലരും ലോൺ എടുത്തിരുന്നത്. രണ്ടാമത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ലോൺ ടൈപ്പാണ് അഡ്ജസ്റ്റബിൾ റേറ്റ് മോർഗേജുകൾ. ഇവിടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് മാത്രമല്ല അടയ്ക്കുന്നത്, ഇൻട്രസ്റ്റും ക്യാപിറ്റൽ റീപേയ്മെൻറ്റും ഉണ്ട്. പക്ഷെ അത് ആദ്യത്തെ ഒരു 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ 5 ഇയർ ഇങ്ങനെ നമുക്കൊരു 3% ഇൻട്രസ്റ്റ് റേറ്റിലോ അല്ലെങ്കിൽ 4% ഇൻട്രസ്റ്റിലോ നമുക്കത് കിട്ടും. അപ്പോൾ അത് പ്രൈം ലോണിൻ്റെ അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു 4 ഇയർ അല്ലെങ്കിൽ ഈ ഒരു ടൈം എത്രയാണോ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടൈം, ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും റീപേയ്മെൻറ്റ് വരുന്നത്. അതായത് ലോങ് ടൈമിലേക്ക് നമുക്കത് പ്രോബ്ലമായിട്ട് മാറും. പക്ഷേ ഷോർട്ട് ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരുന്നു ഈ അഡ്ജസ്റ്റബിൾ റേറ്റ് മോർഗേജസും കൂടുതലായിട്ടും സെൽ ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് അടുത്തടുത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു ടൈപ്പ് ലോൺ കാറ്റഗറിയാണ് പിഗി ബാക്ക് ലോൺസ് എന്ന് പറയുന്നത്. ഈ പിഗി ബാക്ക് ലോൺസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 80-20 ലോൺസ് എന്നും ഇതിനെ പറയാറുണ്ട്. കാരണം നമുക്കൊരു ലെൻഡർ, ഒരു ബാങ്ക് 80% ലോൺ കൊടുക്കുന്ന വ്യക്തിക്ക് മറ്റൊരു ബാങ്ക് ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ 20% ലോൺ കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ₹1 പോലും പേ ചെയ്യാതെ 0 ഡൗൺ പേയ്മെൻറ്റിലൊരു പുതിയ വീട് വയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു, അതും ഇത് സബ്പ്രൈം കാറ്റഗറിയിലാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ എക്കോണമിയിൽ ഉണ്ടായപ്പോൾ തന്നെ ഹൗസിംഗ് മാർക്കറ്റിലും ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായി തുടങ്ങി. നമുക്ക് ഓൾട്ട് എ ലോൺ എന്ന് പറയും, ഓൾട്ട് എ ലോൺസ്. അതായത് ഈ ഓൾട്ട് എ ലോൺസ് എന്ന് പറയുന്ന ഈ പിഗി ബാക്കും ഇതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കിയിട്ടാണ് ഓൾട്ട് എ ലോൺസ് കൊടുക്കുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ യുഎസിലെ 700-ന് മേളിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈം ലോണിന് എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് താഴെ ഒരു 680 അല്ലെങ്കിൽ 620 to 80 റേഞ്ചിലുള്ള വ്യക്തികൾക്ക് കൊളാട്രൽ ഇല്ലാതെ തന്നെ ലോൺസ് ഇഷ്യൂ ചെയ്യുന്നു. അതായത് കൂടുതൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻസ് വളരെ കുറവായിരിക്കും. കാരണം ഇവർക്കുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ടാക്സ് റെസീപ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നെറ്റ്വർത്തോ ഇങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് മാത്രമായിരിക്കും ലോൺസ് ഇഷ്യൂ ചെയ്യുന്നത്. വേറെ കൊളാട്രലായിട്ടൊന്നും മേടിക്കാതെ ലോൺസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഓൾട്ട് എ ലോൺസ് എന്ന് പറയുന്നത്. ഈ ഓൾട്ട് എ കാറ്റഗറിയിൽ തന്നെ ഒത്തിരി ലോൺസ് യുഎസിലെ പല ലോൺ കാറ്റഗറിയിൽ, ഫോർ എക്സാമ്പിൾ അതിനകത്ത് പിഗി ബാക്ക് ലോൺസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺലി ലോൺസ് ഉണ്ടായിരിക്കാം. അങ്ങനെ പല ടൈപ്പ് ലോൺസ് അതിനകത്ത് സെൽ ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന ലോൺ കാറ്റഗറിയാണ് ഫാഹ് ലോൺസുകൾ. അതായത് ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ വരുന്ന ലോൺസാണ് ഫാഹ് ലോൺസുകൾ. ഇത് തീരെ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ വളരെ താഴ്ന്ന ആൾക്കാർക്ക് ക്രെഡിറ്റ് ആക്സസ് കിട്ടുകയും അവർക്കുള്ള ഹോം നീഡ്സ്, അതായത് അവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുത്തൊരു ഫെസിലിറ്റിയാണ് ഫാഹ് ലോൺസുകൾ. ഇതിൽ 500 to 580 റേഞ്ചിനകത്ത് ക്രെഡിറ്റ് സ്കോർ ഉള്ള ആൾക്കാർക്ക് 10% ഇനിഷ്യൽ പേയ്മെൻറ്റിൻ്റെ പുറത്ത് ലോൺസ് അവൈലബിൾ ആക്കുന്നൊരു ഫെസിലിറ്റി ചെയ്തു. അപ്പോൾ ഇത് തീരെ ക്രെഡിറ്റ് സ്കോർ ഒരുപാട് താഴെ പോയ ആൾക്കാർക്കും ലോൺ ഫെസിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് മാറുകയായിരുന്നു ചെയ്തത്. 580 മേളിലാണ് ക്രെഡിറ്റ് സ്കോർ എന്നുണ്ടെങ്കിൽ 3% ഡൗൺ പേയ്മെൻറ്റിൽ തന്നെ ലോൺ ലഭിക്കുന്നതിനുള്ള ഫെസിലിറ്റിയും ഈ ഒരു ഫാഹ് ലോൺ വഴി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് കൊടുത്ത് തന്നെ ഫാഹ് ലോൺസ് എടുക്കാനായിട്ട് സാധിക്കും. ഇതേ കാലയളവിൽ തന്നെയാണ് മറ്റൊരു ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് അവിടെ കൂടുതലായിട്ട് എക്കോണമിയിലേക്ക് അതിൻ്റെ ഒരു ആധിക്യം വർദ്ധിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. MBSകൾ എന്ന് പറയും, മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ്. കാരണം നമ്മളുടെ ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന
ലോൺസ്, അതായത് ബാങ്കിങ് സിസ്റ്റത്തിനകത്തേക്ക് വരുന്ന സബ്പ്രൈം ലോൺസുകൾ എപ്പോഴും ഡീഫോൾട്ടിനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഡീഫോൾട്ട് ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് അവർ കൂടുതലായിട്ട് എം ബി എസുകൾ പ്രൊമോട്ട് ചെയ്തു. എം ബി എസ് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഫെമിലിയർ ആയിട്ട് ഉള്ളൊരു പ്രോഡക്റ്റ് അല്ല. എം ബി എസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് സിംപ്ലി നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ലൈക്ക് ബോൺസ് ആണ്. നമ്മുടെ ബോൺസിനെ പോലെ തന്നെ കൂപ്പൺ റേറ്റിലാണ് ഇതിൻ്റെ പേ ഓഫ് എല്ലാം നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ലോണുകളായിരിക്കും, പ്രത്യേകിച്ച് ഈ മോർഗേജ് ലോൺസിൻ്റെ പ്രത്യേകത, ബാങ്കുകൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഈ സബ്പ്രൈം ലോൺസ് അവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോൺസ് അതുപോലെ തന്നെ ജി എസ് സിക്ക്, അതായത് ഗവൺമെൻറ് സ്പോൺസേഡ് എൻറ്റിറ്റീസ്, അത് ലൈക്ക് ഫനിമേ, ഫ്രെഡി മാക്, അതുപോലുള്ള ഗവൺമെൻറ് സ്പോൺസേഡ് എൻറ്റിറ്റീസിന് അവർ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതായത് ഫനിമേ അല്ലെങ്കിൽ ഫ്രെഡി മാക് അവരത് പർച്ചേസ് ചെയ്യുക ചെയ്യുന്നത്. വൺസ് അത് പർച്ചേസ് ചെയ്ത ശേഷം അത് സെക്യൂരിറ്റീസ് ആയിട്ട് സ്ലൈസ് ചെയ്ത് അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അവർ സെല്ല് ചെയ്യുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നേരിട്ട് ബാങ്ക് ഇതിനകത്ത് ഇൻവോൾവ് അല്ല. അതായത് അവിടെ ലോൺ കൊടുത്തു, പക്ഷേ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ബാങ്കുകൾ മാറി, അത് ജി എസ് സിയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടു. ജി എസ് സി ലോൺസ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ജി എസ് സിയുടെ ഒരു പർട്ടിക്കുലർ റിസ്ക് ലെവലും അവിടെ മിറ്റിഗേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്തിനാണെന്ന് ചോദിച്ചാൽ, നേരിട്ട് ബാങ്കുകൾക്ക് ലോൺ ലെൻഡ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന പ്രോബ്ലം മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ബാങ്കിങ് സെക്ടറിലേക്ക് കൂടുതൽ ഫണ്ട് ഫ്ലോ ക്രിയേറ്റ് ആവുകയാണ്. അതുകൊണ്ട് കൂടുതൽ ലെൻഡിങ് നടത്താനായിട്ട് ബാങ്കുകൾക്ക് സാധിക്കുകയും ചെയ്യും. ഈ ഒരു മോർഗേജ് മാർക്കറ്റിനെ ബാലൻസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് യു എസിൽ ഈ ഒരു സിസ്റ്റം നിന്ന് പോവുകയാണ്. കാരണം ഈ എം ബി എസുകൾ സത്യത്തിൽ ഇത് പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രോഡക്റ്റല്ല. 1969 തൊട്ട് തന്നെ എം ബി എസുകളുണ്ട്. പക്ഷെ അത് ഫെമിലിയർ ആയതും കൂടുതലായിട്ട് എന്താ പറയുക, എക്കോണമിയിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ടതും ഈ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. എം ബി എസുകൾ എന്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനിടയ്ക്ക് ഇത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറിയെന്ന് ചോദിച്ചാൽ, ഇത് അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റീസിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. കാരണം ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ട് ഒരു മോർഗേജസ് ഉണ്ട്, ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്, അതായത് വീടൊരു അണ്ടർലൈങ് അസറ്റാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാങ്കുകൾ ഈ വീട് പിടിച്ചെടുക്കുകയും അത് മറ്റൊരാൾക്ക് സെല് ചെയ്ത ശേഷം ആ ഒരു പ്രോബ്ലം, അതായത് അവരുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂ, എം ബി എസിൻ്റെ ഫൈനാൻഷ്യൽ ഇഷ്യൂ സോൾവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനൊരു വ്യവസ്ഥിതിയുടെ മേളിലുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. മാത്രമല്ല, അന്നത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഫോർ എക്സാമ്പിൾ ട്രഷറി ഈൽഡിനെക്കാളും, അന്ന് ആ സമയത്തുള്ള ട്രഷറി ബോണ്ടുകളുടെ ഈൽഡിനെക്കാളും കൂടുതലായിരുന്നു എം ബി എസിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതിനകത്ത് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഈ എം ബി എസിൻ്റെ റിസ്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആസ് യൂഷ്വൽ ലോണിലുള്ള എല്ലാ റിസ്ക്കും എം ബി എസിനും ഉണ്ട്. അതായത് എന്തെങ്കിലും കാരണവശാൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡിലേ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചെയ്യാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാലോ, മാത്രമല്ല ഫോഴ്സ് ക്ലോഷറിലേക്ക് പോകുന്നൊരു സാഹചര്യം ക്രിയേറ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് എം ബി എസിനെ ബാധിക്കും. മാത്രമല്ല, പ്രീ ക്ലോഷേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാലും അത് എം ബി എസിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന ഒന്നാണ്. ഈ ഒരു റിസ്ക് ഫാക്ട് എപ്പോഴും എം ബി എസിന് ഉണ്ട്. അപ്പോൾ ഈ ഒരു റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 തരത്തിലുള്ള ട്രഞ്ചുകളിലായിട്ടാണ് ഇതിനെ ക്ലസ്റ്റർ ചെയ്തിരുന്നത്. ഒന്ന് സീനിയർ ട്രഞ്ച് എന്ന് പറയും, രണ്ടാമത്തേത് ജൂനിയർ ട്രഞ്ച്. അതായത് സീനിയർ ട്രഞ്ചിൻ്റെ പ്രത്യേകത, ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും, പക്ഷേ ബോറോവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആദ്യം കൊടുക്കുന്നത് സീനിയർ ട്രഞ്ചിലുള്ളവരാണ്, സീനിയർ ട്രഞ്ച് ഹോൾഡേഴ്സിനായിരിക്കും. ദാൻ ജൂനിയർ ട്രഞ്ച്, സെക്കൻഡ് പേയ്മെൻറ്റ് മാത്രമാണ് ജൂനിയർ ട്രഞ്ച് ഹോൾഡേഴ്സിന് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ ആ ഒരു ഡീഫോൾട്ട് റിസ്കിനുള്ള പ്രോബിലിറ്റി കൂടുതലായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ്, അല്ലെങ്കിൽ സീനിയർ ട്രഞ്ച് അല്ലെങ്കിൽ ജൂനിയർ ട്രഞ്ച് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ഹയറാർക്കി സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എം ബി എസുകളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഏജൻസി എം ബി എസുകളെന്നും രണ്ടാമത്തത് നോൺ ഏജൻസി എം ബി എസുകളെന്നും പറയും. ഈ ഏജൻസി എം ബി എസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത്
ഗവൺമെൻറ് ഏജൻസി ലൈക്ക് ഫണിമേ, ഫ്രെഡി മാക്, അതുപോലെ തന്നെ കെനിമേ എന്നൊരു മറ്റൊരു ഏജൻസി കൂടിയുണ്ട്. ഇവർ അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള എം പി എസിനെയാണ് ഏജൻസി എം പി എസുകൾ എന്ന് പറയുന്നത്. ഈ ഫണിമേ, ഫ്രെഡി മാക് അത് നേരിട്ട് സെക്യൂരിറ്റൈസേഷൻ ചെയ്തിട്ട് ഇവരിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കെനിമേ കൊടുക്കുന്നത് ഗ്യാരണ്ടി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. സോ ഈ എം പി എസുകൾക്ക് മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡ് കൂടുതലാണ്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു ഫോഴ്സ് ക്ലോഷർ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ റീപേയ്മെൻറ്റിനകത്ത് ഡീഫോൾട്ട് വരുത്തിയാലോ അത് ഫണിമേ അല്ലെങ്കിൽ ഫ്രെഡി മാക് അവർ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ആ പേയ്മെൻറ്റ് കൊടുത്തോളും. ദെൻ ഈ ഒരു പർട്ടിക്കുലർ ഹോം അത് അവർ പിടിച്ചെടുത്ത ശേഷം അത് മറ്റൊരു റീസെയിൽ ചെയ്ത ശേഷമായിരിക്കും അവരതിൻ്റെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഒരു സ്ട്രക്ചറിങ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേയ്മെൻറ്റിന് അല്ലെങ്കിൽ അവരുടെ മന്ത്ലി പേയ്മെൻറ്റ് കിട്ടുന്നതിനകത്തൊരു അഷുറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ പി എസുകൾ എപ്പോഴും ഏജൻസി എം പി എസുകൾക്ക് വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ നോൺ ഏജൻസി എം പി എസുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും സബ്പ്രൈം ലോൺസ് ആണ്. ഏജൻസി എം പി എസുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഒരു ബോറോയിങ് കപ്പാസിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോറോവറുടെ ഒരു സ്റ്റാൻഡേർഡ് നോക്കിയ ശേഷം മാത്രമേ അത് എം ബി എസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. എസ്പെഷ്യലി ഫണിമേ ആൻഡ് ഫ്രെഡി മാക്. അതായത് പ്രൈം ലോൺസിനാണ് കൂടുതലും എം ബി എസ് ക്രിയേഷൻ നടക്കുന്ന സമയത്ത് ഫണിമേയും ഫ്രെഡി മാക്കും അണ്ടർടേക്ക് ചെയ്യുന്നത്. സബ്പ്രൈം ലോൺസ് ആണെങ്കിൽ ഫണിമേ, ഫ്രെഡി മാക് അണ്ടർടേക്ക് ചെയ്യും, പക്ഷെ അത് ഗവൺമെൻറ് സ്കീമിൻ്റെ അണ്ടറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അണ്ടർടേക്കിംഗ് മെക്കാനിസമാണ് അവിടെ നടക്കുന്നത്. അതായത് ഫണിമേ, ഫ്രെഡി മാക് നേരിട്ട് അണ്ടർടേക്ക് ചെയ്യുന്ന ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും പ്രൈം ലോൺസ് ആണ്. സബ്പ്രൈം ലോൺസുകൾ ഡെഫിനറ്റ്ലി അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്കിൻ്റെ അണ്ടറിലേക്കായിരിക്കും അത് പോകുന്നത്. എന്തു തന്നെയായാലും യു എസിൽ ഈ പ്രൈം ലോൺസ് ആയാലും സബ്പ്രൈം ലോൺസ് ആയാലും ഗവൺമെൻറ് ഏജൻസീസ് അണ്ടർടേക്ക് ചെയ്യുന്ന എം പി എസുകൾക്ക് എപ്പോഴും മാർക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ഏജൻസീസ് അണ്ടർടേക്ക് ചെയ്യാത്ത എം പി എസുകൾ ഹാൻഡിൽ ചെയ്തിരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ആയിരുന്നു. പക്ഷെ അവിടെ അതിനൊരു മാർക്കറ്റില്ല. കാരണം ഈ ഒരു ഡീഫോൾട്ട് വന്നു കഴിഞ്ഞാൽ റീപേയ്മെൻറ്റ് കിട്ടുന്നതിനുള്ള കുറവായതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ കുറവായിരുന്നു. ഈ ഒരു പ്രോബ്ലം മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സി ഡി ഒസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൊളാറ്ററലൈസ്ഡ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻസ് എന്ന് പറയും. സി ഡി ഒസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എം ബി എസുകൾ മാത്രമായിരിക്കില്ല, ഇതും ഒരു പൂളാണ്. ഈ പൂളിനകത്ത് ഒരിക്കലും എം ബി എസുകൾ മാത്രമായിരിക്കില്ല. അവിടെ ചിലപ്പോൾ മറ്റ് ലോൺസ് ഉണ്ടാവും, പേഴ്സണൽ ലോൺസ്, അതുപോലെ തന്നെ വെഹിക്കിൾ ലോൺസ്, കൂടാതെ തന്നെ ചിലപ്പം ഏതെങ്കിലും ബോണ്ടോ ഡിബഞ്ചേഴ്സോ ഇങ്ങനെയുള്ളൊരു ഫോർമുലയിലായിരിക്കും ഈ ഒരു സി ഡി ഒസ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിനകത്ത് പൂൾ ചെയ്തിട്ടാണ് സി ഡി ഒസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സബ്പ്രൈം ലോൺസ് കാറ്റഗറിയിൽ വരുന്ന നോൺ ഏജൻസി എം പി എസുകളെ ഈ പൂളിനകത്തേക്ക് കൊണ്ടുവന്ന് അതിന് റേറ്റിംഗ് ഏജൻസീസിൻ്റെ റേറ്റിംഗും കൂടി ആവുന്ന സമയത്ത് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് പോകാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സി ഡി ഒസിൻ്റെ സെയിൽസ് എൻഹാൻസ് ചെയ്യുന്നതിന് സത്യം പറഞ്ഞാൽ സി ഡി എസ് എന്ന് പറയുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് സഹായകം ആയി എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് AIG പോലുള്ള ഇൻഷുറൻസ് ഓർഗനൈസേഷൻസ് സി ഡി എസ് എന്ന് പറയുന്ന മറ്റൊരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. സി ഡി എസ് എന്നാൽ ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്സ് എന്നാണ് അർത്ഥം. ഇതൊരു തരത്തിൽ ഇൻഷുറൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഇൻഷുറൻസ് അല്ല, ഇറ്റ് ഈസ് എ സ്വാപ്പ്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഒരു ക്രെഡിറ്റ് ഇവൻറ്റ് വരുന്നു എന്നുണ്ടെങ്കിൽ സി ഡി ഒസിനുണ്ടാകുന്ന റിസ്ക് ഈ സി ഡി എസ് വഴി മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു സി ഡി എസ് മേടിച്ചു കഴിഞ്ഞാൽ സി ഡി ഒ ഹോൾഡർ ഒരു സി ഡി എസും കൂടി മേടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ക്രെഡിറ്റ് ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് അവർക്ക് പേയ്മെൻറ്റ് ഡിഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ സി ഡി എസ് ഉപയോഗിച്ചിട്ട് ആ പേയ്മെൻറ്റ് ഡിഫോൾട്ടിനെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയായിരുന്നു ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ നടന്നത്. അപ്പോൾ ഈ സി ഡി എസിൻ്റെ വരവോടുകൂടെ സി ഡി ഒസിന് കൂടുതൽ മാർക്കറ്റ് ലഭിച്ചു. കാരണം എന്താണോ ഏജൻസി എം ബി എസുകൾക്ക് കിട്ടുന്ന അതേ ഫെസിലിറ്റി ഇവിടെ ഇൻഷുറൻസ് കമ്പനീസ് ആയിട്ടുള്ള AIG പോലുള്ള കമ്പനീസ് സിമിലർ കൈൻഡ് ഓഫ് ഗ്യാരണ്ടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദെൻ നോൺ ഏജൻസി എം ബി എസുകൾ സി ഡി ഒസ് വഴി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് വളരെയധികം സ്പ്രെഡ് ചെയ്യുന്നൊരു പ്രോസസ്സായിരുന്നു. സിന്തറ്റിക് സി ഡി ഒസ് എന്ന് പറയുന്ന മറ്റൊരു ഡെറിവേറ്റീവ് ഇതിനകത്ത് പുതുതായിട്ട് രൂപം കൊണ്ടൊരു
ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആണ്. ഈ സിന്തറ്റിക് സി ഡി എസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിൽ സി ഡി എസിൻ്റെ ബണ്ടിൽസ് ആണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സി ഡി എസുകളെ ഒരുമിച്ച് ഒരു ബണ്ടിലാക്കിയ ശേഷം ദെൻ അത് ബൈയിങ് സെല്ലിങ് ആക്ടിവിറ്റി ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ബയേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സി ഡി ഒസ് ഡീഫോൾട്ട് ചെയ്യുന്നെങ്കിൽ അതിനകത്തുനിന്ന് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാം. സെല്ലറുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇത് ഡീഫോൾട്ട്സ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ സെല്ലറുടെ സൈഡിൽ അത് പ്രോഫിറ്റായിട്ട് മാറും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ്. പക്ഷേ ഇത് കൂടുതലായിട്ടും സ്പെക്കുലേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. കാരണം ഇതിൻ്റെ എക്സ്പെൻസ് വളരെ കുറവായിരുന്നു. ഇത് മാർക്കറ്റിൽ വളരെയധികം സ്പ്രെഡ് ചെയ്തൊരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് സിന്തറ്റിക് സി ഡി ഒസ്. മാത്രമല്ല .com ബബിൾ ബേസ്റ്റ് ആയതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരിക്കലും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് ഒരിക്കലും ഈ ഒരു മോർഗേജ് മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ല. എക്സാക്ട് റീസൺ എന്ന് പറയുന്നത് .com ബബിൾ ബേസ്റ്റായി, അത് കാരണം എക്കോണമി താഴേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായി. 1999 4.82% ആയിരുന്നു യുഎസിൻ്റെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് 2001 ആയപ്പോഴത്തേക്ക് 0.75 റെഡ്യൂസ് ചെയ്യപ്പെട്ടു. അത് ഈ .com ബബിളിൻ്റെ ബേസ്റ്റ് ആയതിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്കോണമിയിലേക്ക് ഫണ്ട് ഫ്യൂൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കാര്യമായിട്ട് കുറച്ചത്. പക്ഷേ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് സത്യത്തിൽ ഫ്യൂൽ ചെയ്യപ്പെട്ടത് ഈ ഒരു മോർഗേജ് മാർക്കറ്റിനെയായിരുന്നു. അത് ഒരിക്കലും ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്തൊരു തരത്തിലുള്ളൊരു ഇൻക്രീസിങ് ആയിരുന്നു മോർഗേജ് മാർക്കറ്റിൽ ഉണ്ടാക്കിയത്. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സബ്പ്രൈം ലോണുകൾ ലെൻഡ് ചെയ്യുന്നത് വഴി അവർക്കുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സിങ് ചാർജസ് ഓൾമോസ്റ്റ് 2.5% to 3.5% വരുന്നത്. ഇത് റീഫിനാൻസിങ് ആണെന്നുണ്ടെങ്കിൽ 5%-നും അതിന് മുകളിലുമാണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓൺസ് ഇപ്പോൾ ഏജൻസി MBSകളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടാലോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടാലോ ദെൻ അതിൻ്റെ ഒറിജിനേഷൻ ഫീ, അതുപോലെ തന്നെ സെക്യൂരിറ്റൈസേഷൻ ഫീ, ഇതെല്ലാം കൂടി ഒരു 2.5% അഡീഷണൽ വരും. അപ്പോൾ ഈ ഒരു ഫീസ് കളക്ഷനാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ പ്രധാനമായിട്ടുള്ള റവന്യൂ ആയിട്ട് മാറിയത്. ഏജൻസി MBSകൾക്ക് കൂടുതലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു ബൈ ചെയ്തിരുന്നത്. അതായത് ബാങ്കുകൾ ഇത് ഏജൻസിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അതിനെ MBS ആക്കിയ ശേഷം ദാൻ അവരത് റീപർച്ചേസ് ചെയ്യും. അപ്പോൾ ഇതുവഴി ബാങ്കിനുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ ക്രെഡിറ്റ് റിസ്ക് ഒരിക്കലും ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് വരില്ല. എന്തെങ്കിലും ഒരു കാരണവശാൽ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് അണ്ടർടേക്ക് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഒരു റിസ്ക് ഏരിയ അണ്ടർടേക്ക് ചെയ്തിട്ടുള്ളത് ഏജൻസീസാണ്, ലൈക്ക് ഫണിമേ അല്ലെങ്കിൽ ഫ്രെഡി മാക്. ഇവരാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ട് അണ്ടർടേക്ക് ചെയ്തിട്ടുള്ളത്. അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ക്രെഡിറ്റ് ഇവൻറ്റ് വന്നു കഴിഞ്ഞാലും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഓഫ്സെറ്റ് ചെയ്ത് പോകുന്നതിനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ. അപ്പോൾ ഈ ഒരു പ്രയോറിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഏജൻസി MBSകൾ കൂടുതൽ ഹോൾഡ് ചെയ്തിരുന്നത് ബാങ്കിങ് സെക്ടറാണ്. നോൺ ഏജൻസി MBSകൾ കൂടുതലും ഹോൾഡ് ചെയ്യപ്പെട്ടിരുന്നത് ഒന്നുകിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് തന്നെ അത് അവരുടെ ബാലൻസ് ഷീറ്റിൽ അത് ഹോൾഡ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റവന്യൂ സോഴ്സായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാര്യം AG പോലുള്ള ഇൻഷുറൻസ് കമ്പനീസിൻ്റെ CDSൻ്റെ പ്രൊട്ടക്ഷനും ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. നോൺ ഏജൻസി MBSകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ്. ഏജൻസി MBSകൾക്ക് കൂടുതലും പ്രൈം ലോൺസ് ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്. കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പോൾ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സിനെ സംബന്ധിച്ചിടത്തോളം നോൺ ഏജൻസി MBSകൾ. പക്ഷേ ഈ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് പോയത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഹെഡ്ജ് ഫണ്ട്സ്, അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ETF-കൾ, ഇതായിരുന്നു പ്രധാനമായിട്ടുള്ള ബയേഴ്സ്. സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സ് വഴിയും അതുപോലെ തന്നെ ETF-കൾ വഴിയും നോർമൽ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇൻഡയറക്ട്ലി ഡയറക്റ്റ് പർച്ചേസിങ് ചെയ്യുന്നത് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട്സ് വഴിയും സാധാരണക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു ഈ MBS മാർക്കറ്റിലേക്ക്. ഇതൊരു
ഈ സിസ്റ്റം സാധാരണക്കാർക്ക് ഇൻഡയറക്ട്ലി മോർഗേജ് മാർക്കറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ ഹൗസിംഗ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഹൗസിംഗ് മാർക്കറ്റിലുണ്ടായ ഗുണം അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റൈസേഷൻ ബൂമും സത്യം പറഞ്ഞാൽ US മാർക്കറ്റിൽ .com ബബിൾ ബേസ്റ്റ് ആയത് കൊണ്ടുണ്ടായ പ്രോബ്ലത്തിൽ നിന്ന് കരകയറാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. 2004 ആയപ്പോഴത്തേക്കും GDP 4.30 എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ റേഞ്ചിലേക്ക് എത്താനായിട്ട് ഇത് സഹായിച്ചു. മാത്രമല്ല ഫൈനാൻഷ്യൽ സെക്ടറിലായാലും അതുപോലെ തന്നെ ഹൗസിംഗ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഈ സെക്ടറിലെല്ലാം കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ കൂടുതൽ വേജസ് ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് സഹായിച്ചു ഈ ഒരു ഹൗസിംഗ് മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഈ ഒരു ഉണർവ്. US മാർക്കറ്റിലുണ്ടായ ഈ ഒരു ഉണർവ് സത്യം പറഞ്ഞാൽ ഗ്ലോബൽ GDP വളരെ കാര്യമായിട്ട് ബാധിച്ചു. സത്യത്തിൽ 2000 ഗ്ലോബൽ GDP ഓൾമോസ്റ്റ് 4.43% ഉണ്ടായിരുന്നു. പിന്നെ .com ബബിൾ ബേസ്റ്റ് ആയ സാഹചര്യത്തിൽ അതൊരു 2% to 2.5% ഇടയിലേക്ക് അത് താഴ്ന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ഒരു സെക്യൂരിറ്റൈസേഷൻ ബൂം വഴി US എക്കോണമി വീണ്ടും സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടപ്പോൾ അത് ഒരു 4.43% റേഞ്ചിലേക്ക് ഗ്ലോബൽ എക്കോണമി വളരാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് മാറി. ദെൻ അതുപോലെ തന്നെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്. ദെൻ ഇതിൽ നിക്ഷേപം നടത്തുന്ന നിക്ഷേപകർക്കും ഇതൊരു ബിസിനസ്സാണ്. കാരണം ഈ എക്കോണമിയെ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രോഡർ എക്കോണമിയിൽ ഇതൊരു പോസിറ്റിവിറ്റി കൊണ്ടുവന്നു. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായാലും ഗ്ലോബൽ എക്കോണമിയിലായാലും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് സഹായിച്ചു എന്നുള്ളതാണ്. അപ്പം ഏത് ആസ്പെക്റ്റിൽ നോക്കിയാലും വിൻ ടു വിൻ സിനാരിയോ ആയിരുന്നു ഈ ഒരു പ്രോസസ്സ് വഴി നടന്നിട്ടുണ്ടായത്. പക്ഷെ ഏതോ ഒരു പോയിന്റിൽ ഇതെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചേഞ്ച് ആവുകയായിരുന്നു. ഫൈനാൻഷ്യൽ ക്രൈസിസിന് തൊട്ട് മുന്നേ വരെ ഉള്ള കണക്ക് നോക്കുന്നുണ്ടെങ്കിൽ MPSൻ്റെ ടോട്ടൽ മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് 7 to 8 ട്രില്യൺ ആയിരുന്നു. ദെൻ അതുപോലെ തന്നെ അതിൽ ഏജൻസി MPS എന്ന് പറയുന്നത് ഒരു 4.5 ട്രില്യൺ to 5 ട്രില്യൺ. ദെൻ CDOസിൻ്റെ മാർക്കറ്റ് സൈസ് ആണെങ്കിൽ 1.3 ട്രില്യൺ to 1.5 ട്രില്യൺ ഉണ്ടായിരുന്നു. സോ ഇതൊരു വലിയൊരു മാർക്കറ്റ് ആയിട്ട് മാറുകയായിരുന്നു ഈ ഒരു വളരെ ചുരുങ്ങിയ കാലയളവിൽ. 2000-ന് ശേഷമാണ് ഇങ്ങനെ ഒരു ബൂം ഉണ്ടായതും ഒരു 7 വർഷത്തെ കാലയളവിൽ തന്നെ ഒരു ബ്രോഡർ മാർക്കറ്റായിട്ടത് വളരുകയായിരുന്നു ചെയ്തത്.